ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഒടുവിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും ഈ വേൾഡ് കപ്പിൽ അവതരിച്ചിട്ടുണ്ട്. എണ്ണം പറഞ്ഞ 2 ഗോളുകളാണ് ഇന്നത്തെ മത്സരത്തിൽ റൊണാൾഡോ നേടിയിട്ടുള്ളത്. ആ ഗോളുകളാവട്ടെ ചരിത്രത്തിലേക്ക് നടന്നു കയറുകയും ചെയ്തു എന്നുള്ളതാണ്. എതിരില്ലാത്ത 5 ഗോളുകൾക്കാണ് ഉസ്ബെക്കിസ്ഥാനെ പോർച്ചുഗൽ ഇപ്പോൾ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ മത്സരത്തിലേറ്റ എല്ലാ വിമർശനങ്ങൾക്കും ഈ മത്സരത്തിലൂടെ മറുപടി പറയാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്കും പോർച്ചുഗൽ താരങ്ങൾക്കും കഴിഞ്ഞു എന്നുള്ളതാണ്. സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ ഒരു മത്സരമാണ് പോർച്ചുഗലിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോൾ പിറന്നു. 6ാമത്തെ മിനിറ്റിൽ ജാവോ കാൻസലോയുടെ ഒരു കിഡ്ലൻ ക്രോസ് വരുന്നു. ഒരു ഫസ്റ്റ് ടൈം ഷോട്ടിലൂടെ, പവർഫുൾ ഷോട്ടിലൂടെ ക്രിസ്ത്യാനോ റൊണാൾഡോ അത് ഗോളാക്കി മാറ്റുകയായിരുന്നു. നല്ല ഒരു ഗോളാണ് അവിടെ പിറന്നിട്ടുള്ളത്. പിന്നീട് 17ാമത്തെ മിനിറ്റിലാണ് ന്യൂനോ മെൻഡസിന്റെ ഡയറക്റ്റ് ഫ്രീ കിക്ക് ഗോൾ പിറന്നത്. അവിടെ ഒരു മൈൻഡ് ഗെയിം ആയിരുന്നു പോർച്ചുഗൽ നടത്തിയത്. അതായത് എല്ലാവരും പ്രതീക്ഷിച്ചത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഫ്രീ കിക്ക് എടുക്കും എന്നായിരുന്നു. പക്ഷേ ലെഫ്റ്റ് ഫൂട്ടഡ് ആയിട്ടുള്ള ന്യൂനോ മെൻഡസ് ആണ് ഫ്രീ കിക്ക് എടുത്തത്. അത് ഗോളായി മാറുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് 29ാമത്തെ മിനിറ്റിൽ ഒരു തകർപ്പൻ ഗോൾ ഉസ്ബെക്കിസ്ഥാൻ നേടിയിരുന്നു. പക്ഷേ അത് ഫൗൾ മൂലം ഒഴിവാക്കപ്പെട്ടു, നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ്. പിന്നീട് 39ാമത്തെ മിനിറ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ 2ാമത്തെ ഗോൾ പിറന്നു. ഒരു കൗണ്ടർ അറ്റാക്ക് വരുന്നു. ബ്രൂണോ ഫെർണാണ്ടസ് ആണ് അറ്റാക്ക് നടത്തിയത്. ക്രിസ്ത്യാനോ റൊണാൾഡോ നല്ല ഒരു റൺ നടത്തി എന്നുള്ളതാണ്. എന്നിട്ട് നല്ല ഒരു പാസ് ബ്രൂണോ ഫെർണാണ്ടസ് റൊണാൾഡോക്ക് നൽകി മനോഹരമായി കൊണ്ട് റൊണാൾഡോ അത് ഫിനിഷ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ നല്ല ഒരു ഗോളാണ് 39ാമത്തെ മിനിറ്റിൽ പിറന്നത്. അങ്ങനെ എതിരില്ലാത്ത 3 ഗോളുകൾ നേടിക്കൊണ്ട് ആദ്യ പകുതിയിൽ തന്നെ പോർച്ചുഗൽ വിജയം ഉറപ്പിച്ചിരുന്നു. പിന്നീട് 60ാമത്തെ മിനിറ്റിൽ ഒരു സെൽഫ് ഗോൾ ഉസ്ബെക്കിസ്ഥാൻ വഴങ്ങുകയായിരുന്നു. അതായത് ബ്രൂണോ ഫെർണാണ്ടസിന്റെ ഒരു കോർണർ കിക്ക് വരുന്നു. പിന്നീട് അവിടെ ബോക്സിൽ വെച്ചുകൊണ്ട് കൂട്ടുപൊരിച്ചിൽ ഉണ്ടായി. അതേ തുടർന്നാണ് ആ ഒരു സെൽഫ് ഗോൾ ഉസ്ബെക്കിസ്ഥാന് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. പിന്നീട് 87ാമത്തെ മിനിറ്റിൽ റഫേൽ ലിയാവോ കൂടി ഗോൾ കണ്ടെത്തുകയായിരുന്നു. ന്യൂനോ മെൻഡസിന്റെ ക്രോസ് വന്നു. അത് ഒരു ഉസ്ബെക്കിസ്ഥാൻ താരം ക്ലിയർ ചെയ്തു. പക്ഷേ അത് റഫേൽ ലിയാവോക്കാണ് ലഭിച്ചത്. ഒരു പവർഫുൾ ഷോട്ടിലൂടെ ലിയാവോ ഗോളാക്കി മാറ്റി. അങ്ങനെ എതിരില്ലാത്ത 5 ഗോളുകളുടെ ഒരു വിജയമാണ് പോർച്ചുഗൽ ഈ മത്സരത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഒരുപാട് ഗോളുകൾ നേടാനുള്ള ഒരു അവസരം ലഭിച്ച ഒരു മത്സരം കൂടിയായിരുന്നു ഇത്. തകർപ്പൻ പ്രകടനമാണ് റൊണാൾഡോ ഈ മത്സരത്തിൽ നടത്തിയിട്ടുള്ളത്. ഇനി ചില റെക്കോർഡുകൾ കൂടി നമ്മളിവിടെ പരിശോധിക്കുകയാണ്. പ്രധാനമായും 3 റെക്കോർഡുകളാണ് പരിശോധിക്കുന്നത്. അതായത് 6 വ്യത്യസ്ത വേൾഡ് കപ്പുകളിൽ ഗോളടിച്ച ഏക താരം എന്ന റെക്കോർഡ് റൊണാൾഡോ ഇപ്പോൾ സ്വന്തമാക്കി കഴിഞ്ഞു. 2006 വേൾഡ് കപ്പിൽ ഗോളടിക്കാൻ തുടങ്ങിയ വ്യക്തിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇപ്പോൾ 2026 വേൾഡ് കപ്പിലും അദ്ദേഹം ഗോളടിച്ചു എന്നുള്ളതാണ്. ചരിത്രത്തിലെ ഏക താരമാണ് റൊണാൾഡോ. ഇനി മറ്റൊരു റെക്കോർഡ്, പോർച്ചുഗലിന് വേണ്ടി വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം എന്ന റെക്കോർഡ് റൊണാൾഡോയുടെ പേരിലാണ്. 10 ഗോളുകളാണ് വേൾഡ് കപ്പിൽ ഇപ്പോൾ പോർച്ചുഗലിന് വേണ്ടി റൊണാൾഡോ നേടിയിട്ടുള്ളത്. 9 ഗോളുകൾ നേടിയ ഇതിഹാസ താരം യൂസേബിയോയെ മറികടക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ആ റെക്കോർഡ് റൊണാൾഡോയുടെ പേരിലായിട്ടുണ്ട്. ഇനി മറ്റൊരു റെക്കോർഡ്, വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ 2ാമത്തെ താരം എന്ന റെക്കോർഡ് കൂടി റൊണാൾഡോ സ്വന്തമാക്കി. റോജർ മില്ലയുടെ പേരിലാണ് 1ാമത്തെ റെക്കോർഡ് ഉള്ളത്. 42 വർഷവും 39 ദിവസവും ഉള്ള സമയത്ത് റോജർ മില്ല വേൾഡ് കപ്പിൽ ഗോൾ നേടിയിട്ടുണ്ട്. അതിനുശേഷമാണ് റൊണാൾഡോ വരുന്നത്. ഇന്ന് അദ്ദേഹം ഗോൾ നേടിയപ്പോൾ 41 വർഷവും 138 ദിവസവുമാണ് അദ്ദേഹത്തിന്റെ പ്രായം. ഇങ്ങനെ ഒരു പിടി റെക്കോർഡുകളാണ് ഇന്നത്തെ മത്സരത്തിലൂടെ ക്രിസ്ത്യാനോ റൊണാൾഡോ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.